പൂജാരിയിലാണെന്ന് പറയുന്നത് എന്റെ മുഖത്തോട് ഇതെല്ലാം അഴിച്ചേച്ച് കുറെ പുകയും കുറച്ച് കുറെ പുകയെല്ലാം അഴിച്ചേച്ച് ആസിഡും കുറെ രീതിയെല്ലാം മോന്തയ്ക്കോട് വേഗത്തോടെ വിതറുവായിരുന്നു സ്പ്രേ ചെയ്യുക. എന്നിട്ട് ഇവരിങ്ങനെ എന്റെ മോന്തയ്ക്കോട് ഇങ്ങനെ നോക്കും. അന്നേരം ആ കണ്ണിന്നില്ല, ആ കണ്ണിന്ന് എല്ലാം എരിഞ്ഞ് ദൈവം അടക്കി അവന്റെ കണ്ണ്. അവന്റെ മോന്തയ്ക്കോട് ഇങ്ങനെ തുറിച്ച് നോക്കുന്നതാണ്. ഇന്ന് ഞാനും മുമ്പും കൂടെ വെളിയിൽ പോയി വെള്ളമൊക്കെ വായിച്ചതുകൊണ്ട് അവന് ഇപ്പൊ അവന്റെ കൊച്ചുമോനാണ് ഓക്കെ. അവന് അതുപോലെ ഫോണൊക്കെ ഉണ്ട്. അതുപോലെ അമ്പാനി ഒരു സ്മാർട്ട് പോയിന്റ് ഉണ്ട്. അവിടെ കുറെ അവന്മാരുണ്ട് ഇതുപോലെ ഫോണും കൊണ്ട് ഇങ്ങനെ ഇരിക്കും ഇതൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ട്. അപ്പം പോയിട്ട് വന്നപ്പോ ഇതൊക്കെ എങ്ങനെയാണെന്നെ മുഖം കറുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഇവരിങ്ങനെ കൊച്ചുമോൻ സ്കൂളിലെക്കാണ്ട് പഠിക്കുന്ന ഒരു അസുരയില്ല. അവരിങ്ങനെ നോക്കുവോ ഇതുപോലെ അപ്പൂപ്പന്റെ അസുരപ്പുറം അവനിങ്ങനെ നോക്കുവോ അസുരം. അതുപോലെ ഇതുപോലെ ഇങ്ങനെ ചെയ്യും. കൊച്ചുമോനെ കൊണ്ട് 10 താഴെ കൊണ്ട് പഠിക്കുന്ന ഒരു തെമ്മാടി അസുരനില്ല അവൻ. എന്തായാലും അവന്റെ കണ്ണ് ദൈവം താമസിയാതെ എടുക്കുമായിരിക്കും. ഇതുപോലെ ചെയ്യുന്നവന്മാരെല്ലാം കണ്ണുകൾ ഇങ്ങനെ ദൈവമേ മുടിഞ്ഞ് കേട്ട് കഴിഞ്ഞ് കത്തിച്ച് ചാപ്പലാക്കി കളയാനാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദ്രോഹം ചെയ്യുന്നവരെ എല്ലാം ദ്രോഹം ചെയ്യിപ്പിക്കുന്നവന്മാരെ ചെയ്യിക്കുന്നവന്മാരെ എല്ലാം എല്ലാവരും വെണ്ണീറാക്കി കളയണേ ഭഗവാനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വെണ്ണീറാക്കണേന്ന് എങ്ങാണ്ട് തെമ്മാടികളെ. ഏച്ചിയുള്ള പോയി എല്ലാവരും അടച്ചിരിക്കും. അതിനകത്തോട്ട് പുകയടിക്കുക. ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ കാണിക്കുന്നു. ആ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ തീയടിക്കുന്ന അടുപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ പുകയടി തുടങ്ങും. ഇപ്പൊ ഫേസ്ബുക്കിനകത്ത് തീയടിക്കുന്ന അടുപ്പ് വന്നാൽ ഞാനത് ഉണ്ടാക്കാൻ നടക്കുവന്നു. ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഡൽഹിയില് ഫേസ്ബുക്കിൽ ഇങ്ങനെ കാണിക്കും തീയടിക്കുന്ന അടുപ്പ് കേരളത്തിലെല്ലാവരും ഇല്ല. കേരളത്തിലെ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ വരും തീയടിക്കുന്ന അടുപ്പ്. നമ്മളവിടെ തീയടിക്കുന്ന അടുപ്പ്. പക്ഷെ അതിനകത്ത് ഇങ്ങനെ റീല് പോലെ ഓരോന്ന് ഇടും, അപ്ലോഡ് ചെയ്യും. നമ്മുടെ ഫേസ്ബുക്കിനകത്തോട്ട് വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് അത് ഉണ്ടാക്കാൻ പോകുന്നു. ഫേസ്ബുക്കിനകത്ത് കണ്ടവരൊക്കെ ഇപ്പൊ ആദ്യത്താണ് ഞാൻ ഇവിടെ ഡൽഹിയില് ഒരു ഒറ്റ സ്മോക്കായിട്ട് വരുന്ന ഒരു തീയടിക്കുന്ന വേറൊന്നും കാറ്റിനകത്തൊന്നും ഇല്ല. ഒരു കുഞ്ഞുകൂടി കാറ്റും ഇതിനകത്ത് എവിടെ തീയടിക്കുന്ന അടുപ്പ്. കേരളത്തിലൊക്കെ അടുക്കളക്കകത്ത് തീയടിക്കുന്ന അടുപ്പ് എടുക്കുന്ന ഉപയോഗിക്കുന്ന പെണ്ണുങ്ങളുടെ മുഖത്ത് എല്ലാം കറുത്ത് കൈവാഴിച്ചിരിക്കുവാണ്. കറുത്ത് കൈവാഴിപ്പിക്കുന്നതാണ് നമ്മുടെ മുഖം. എന്തോമായിട്ട് സൂക്കേടൊക്കെ മനസ്സിലാവുന്നില്ല. എന്തായാലും പുരാരികാരെന്ന് പറയുന്ന പെരുമാറി എവിടെയായാലും പിന്നെ സോക്കേട് ഏതാണെങ്കിൽ കുറെ നടക്കണേ മനസ്സിലായി. സോക്കേട് ഏതാണെന്ന് അറിയില്ല. എടുക്കണം എന്തോ കിട്ടണ്ടായോ എടുക്കാതെ ഉമ്മാ പോയി പോലെ എടുക്കാനാ. അല്ല അതിനപ്പോ വീട്ടുകാരില്ലാത്തപ്പോഴോ എങ്ങനെ വീട്ടുകാരില്ലാത്തവരോ എവിടാ വീട്ടുകാരില്ലാത്തവരും ഫ്ലാറ്റ് ഇവിടെ കണ്ടേക്കാൻ മതി. ഇങ്ങനെ തൊട്ട് ഫ്ലാറ്റാ തൊട്ട് അല്ലാതെ ഫ്ലാറ്റിനകത്തൊന്നും തീയടിക്കുന്നതോ ഒന്നുമില്ല. ഫ്ലാറ്റിനകത്ത് ഒരിടത്തും തീയടിക്കുന്നതോ ഇല്ല. എന്തുവാ അത് ഗവൺമെന്റിന്റെയാ മുക്കൂറിന്റെ അമ്മ താമസിക്കുന്നതാ. അത് ഫ്ലാറ്റ് പോലെ തന്നെ. അവിടെ എങ്ങും തീയടിക്കുന്ന അടുപ്പിടവും ഇല്ല. തീയടിക്കുന്ന അടുപ്പിടവും ഒരു ഫ്ലാറ്റിനില്ല. ഇവിടെ ഡൽഹി വന്ന് കഴിക്കാതെ ഒരു വട്ടിയും ഇവർക്ക് തീയടിക്കുന്ന അടുപ്പില്ല. തീയടിക്കാൻ അടുപ്പിടവും അതൊന്നുമില്ല. അതൊക്കെ ഡ്രാമ അതൊക്കെ നമ്മുടെ മുഖത്തോട്ട് മോക്കടിക്കുക എമാറ്റിനെ കാണിക്കുന്നു. മുക്കുവിന്റെ അമ്മ അവിടെ ആർക്കേപോലെ സെക്കൻഡ് നൈറ്റിൽ തന്നെ മുക്കും അങ്ങോട്ട് പോകും. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു രാത്രിയിൽ. ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു മുക്കും. ഇന്നലെ രാവിലെ വന്നിട്ട് ഇന്ന് വൈകിട്ടാണ് പോയത്. 7 മണിക്കാണ് പോയത്. നാളെ ഇനി രാവിലെ വരത്തുള്ളൂ. അതുപോലെ തന്നെ ഇന്നല്ലാതെ മുക്കും പോലെ ഞാനത് തന്നെയുണ്ട്. നമ്മൾ പിന്നെ പാതിരാത്രിക്ക് എന്ത് വന്നാൽ നമ്മുടെ സ്പീക്കർ തന്നെ ഓഫ് ആകുക, ഓൺ ആകുക, പിന്നെ വൈഫൈ ആഴ്ചയിൽ 3-4 പ്രാവശ്യം കട്ടാക്കുക, പിന്നെ ഫോണിനകത്ത് പല പരിപാടികൾ ഫോണിനകത്ത് നമ്മൾ ഇതിനെല്ലാം തെളിവ് ഞാനിവിടെ ഒറ്റയ്ക്ക് രാത്രി കിടക്കുന്നതിനോട് തെളിവെല്ലാം ഉണ്ട്. അത് ഞാൻ
ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നുള്ളത്. പാതിരാത്രിക്ക് ആരും ജോലിക്ക് പോകാൻ മുക്കുന്ന അല്ല ഇപ്പൊ 40 പേരെ പിന്നെ വേക്കൻസി വന്നിട്ടുണ്ടല്ലോ, അതിന് പഠിക്കുക. അതുകൊണ്ട് അതിലേക്ക് പോകാനാ 44 ശേഷത്തിന്റെ പിന്നെ വേക്കൻസി വന്നിട്ടുണ്ട്, അതിന് പഠിച്ചു വയ്ക്കും. പിന്നെ അങ്ങനെ പഠിക്കില്ല. അതുകൊണ്ട് ഉടനെ ഉണ്ട് പരീക്ഷ. മെയിലോ ജൂണിലോ കാണും പരീക്ഷ. അത് കഴിയുമ്പോൾ പോകാനാ. അത് കഴിയുമ്പോൾ പരീക്ഷ ഉണ്ട്. ജൂണിലോ ജൂണിലോ പരീക്ഷ ഉണ്ട്. മനസ്സിലായിട്ട് എനിക്ക് എണ്ണാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ വയസ്സ് കഴിഞ്ഞിരിക്കും. എനിക്ക് എന്നാലും കഴിഞ്ഞ ഇതിന് മെയിൻസ് വരെ കിട്ടി. അത് കഴിഞ്ഞ് കിട്ടിയില്ല. ഇപ്പം പിന്നെ എന്തുവാ പ്രിലിമിനറി മെയിൻസ് കിട്ടി. അത് കഴിഞ്ഞ് ഇന്റർവ്യൂവിന് കിട്ടിയില്ല. അതുകൊണ്ട് എഴുതുവാ ഇപ്പം പിന്നെ. കിട്ടിയാൽ പ്രിലിമിനറി ഒക്കെ അവര് വളരെ മനസ്സിലാവില്ല. അത് കഴിഞ്ഞാൽ കിട്ടിയായിരുന്നു. പിന്നെ ഇനിയും ഇത് കൂടെ എഴുതുക. അത് കഴിഞ്ഞ് ഇത് കൂടെ എഴുതണമെന്ന് പറഞ്ഞു. ഇത് കൂടെ കിട്ടിയില്ല. അവര് പറഞ്ഞ മനസ്സിലാവും. ഈ IAS എന്നോട് പ്രിലിമിനറി വന്നിട്ടൊക്കെ ഉണ്ട്, മനസ്സിലായില്ലോ. പിന്നെ മെയിൻസ് കിട്ടിയാൽ ഇന്റർവ്യൂവിന് കിട്ടിയില്ല. അതുകൊണ്ട് അതുകൂടെ എഴുതണം. ഇമാരെ പോലെ മുക്കുവില്ലാതെ കൂട്ടാൻ വഴിയിൽ നിർത്തുക. അവരുടെ പരിപാടി എന്തൊക്കെയാണ്? ബാറ്ററി മേടിച്ച് കൂട്ടാൻ വഴിയിൽ നടത്ത് വിൽക്കുക. ഇവർക്ക് ചെറുതുള്ള കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഫോണിനകത്ത് ഫോണ് ചാർജ് ആവാൻ പറ്റാൻ ചാർജ് ആവാതിരിക്കുക. എന്തെല്ലാം രോഗങ്ങളാണെന്നറിയാമോ? എന്തെല്ലാം രോഗങ്ങളാണെന്ന് കാണുന്നവന്മാര്. മുക്കുമിന്റെ കൂട്ടി പോകുന്ന നടുക്ക് നിൽക്കുക. അതുപോലെ ഞങ്ങൾ ബാറ്ററി അനാവശ്യം തന്നെ കാണിക്കാൻ തോന്നിയാസം തന്നെ. എന്ത് തോന്നിയാസം പോലെ കുറെ പിള്ളേരൊക്കെ കാണിക്കാന്ന് വെച്ചാൽ മുക്കും പഠിച്ചതാ. മുക്കുവിന് നിയമം ഫുഡ് അറിയാം. മുക്കുവിന് പരീക്ഷ പഠിക്കാനല്ലാതെ ഫുഡൊന്നും അറിയത്തില്ല. മുക്കുവിന് പരീക്ഷ പഠിക്കാനേ അറിയില്ല. അല്ലാതെ പ്രാക്ടിക്കലായിട്ടൊന്നും അറിയത്തില്ല. ഇനി പോയാലേ അറിയത്തുള്ളൂ. എനിക്കറിയാം എന്തുവാ. എനിക്കറിയാതിരിക്കാനെന്തോ അതൊന്നും കൊടുത്തല്ലോ. അന്നേരം അവിടെ ഒരു മൈസ്ട്രേറ്റിന് തൂക്കേട് നല്ലൊരു മൈസ്ട്രേറ്റിനെ മാറ്റിയിട്ടൊരു റിയാജ